അനുദിന വിശുദ്ധർ നവംബർ 5 വിശുദ്ധരായ സക്രിയായും എലിസബത്തും. ചരിത്രപരമായി ഇന്ന് വിശുദ്ധ സ്നാപയോഹന്നാൻ്റെ മാതാപിതാക്കളായ വിശുദ്ധ സക്രിയായുടെയും എലിസബത്തിൻ്റെയും തിരുനാളാണ്. പല വിശുദ്ധരുടെയും പേരായ എലിസബത്ത് എന്ന പേരിൻ്റെ അർത്ഥം ആരാധിക്കുന്നവൾ എന്നാണ്. ഈ വിശുദ്ധയെക്കുറിച്ച് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് വിശുദ്ധ ലൂക്കയുടെ സുവിശേഷപ്രകാരം സക്രിയായുടെ ഭാര്യയും വിശുദ്ധ സ്നാപയോഹന്നാൻ്റെ അമ്മയുമാണ് എന്നാണ്. പുരോഹിതനായ ആരോണിൻ്റെ പിന്തലമുറക്കാരിയുമാണ് ഈ വിശുദ്ധ. സുവിശേഷമനുസരിച്ച് ജൂദിയ എന്ന മലയോര പട്ടണത്തിൽ തൻ്റെ ഭർത്താവിൻ്റെ ഒപ്പം കറപുരളാത്ത ജീവിതം നയിച്ചവളാണ് വിശുദ്ധ. ഒരു മകന് വേണ്ടിയുള്ള തുടർച്ചയായ പ്രാർത്ഥനകളുമായി ജീവിച്ച എലിസബത്ത് പ്രായമേറിയപ്പോൾ ഇനി ഒരിക്കലും തനിക്കൊരു മകനുണ്ടാവില്ലെന്ന് മുൻവിധി നടത്തി. ഒരു ദിവസം സക്രിയ ദേവാലയത്തിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്ന വേളയിൽ അൾത്താരയുടെ വലതുവശത്തായി വിശുദ്ധ ഗബ്രിയേൽ മാലാഖ പ്രത്യക്ഷപ്പെടുകയും എലിസബത്തിന് ഒരു മകൻ ജനിക്കുമെന്ന് വെളിപ്പെടുത്തുകയും ചെയ്തു. അവൾക്ക് 6 മാസം ഗർഭമായിരിക്കുമ്പോഴാണ് പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ദർശനം. മഹാന്മാരായ പല കലാകാരന്മാരുടെയും ചിത്രങ്ങൾക്ക് പാത്രമായിട്ടുള്ള ഹൃദയസ്പർശിയായിട്ടുള്ള ഒരു സന്ദർഭമാണ് ഈ സന്ദർശനം. ഗബ്രിയേൽ മാലാഖ പിന്നീടാണ് മറിയത്തോട് അവളെക്കുറിച്ചുള്ള ദൈവീക പദ്ധതി വെളിപ്പെടുത്തുന്നത്. അതിനോടൊപ്പം തന്നെ അവളുടെ ചാർച്ചക്കാരിയായ എലിസബത്ത് കുഞ്ഞിനെ വഹിക്കുന്ന കാര്യവും അവളെ അറിയിക്കുന്നു. ഇത് കേട്ട് സന്തോഷവതിയായ മറിയം താനും ഉടൻ തന്നെ ഒരു കുഞ്ഞിൻ്റെ അമ്മയാകും എന്ന കാര്യം അറിയിക്കുന്നതിനും എലിസബത്തിൻ്റെ സന്തോഷത്തിൽ പങ്കുചേരുന്നതിനുമായി അവളെ സന്ദർശിക്കാൻ പുറപ്പെട്ടു. നസ്രത്തിലെ പൊടി നിറഞ്ഞ വഴികൾ താണ്ടിയാണ് അവൾ ജൂദിയായിലെത്തിയത്. മറിയത്തിൻ്റെ ആഗമനത്തിൽ സന്തോഷവതിയായ എലിസബത്ത് രക്ഷകൻ്റെ വരവിനെക്കുറിച്ച് മുൻകൂട്ടി അറിഞ്ഞ എൻ്റെ രക്ഷകൻ്റെ അമ്മ എന്ന് പറഞ്ഞുകൊണ്ട് അവളെ സ്വാഗതം ചെയ്തു. എലിസബത്തിൻ്റെ അഭിസംബോധന ഇപ്രകാരമായിരുന്നു: നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ്, നിൻ്റെ ഉദരഫലവും അനുഗ്രഹീതം. എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്തു വരാനുള്ള ഈ ഭാഗ്യം എനിക്കെവിടെ നിന്ന്? ഇതാ നിൻ്റെ അഭിവാദന സ്വരം എൻ്റെ ചെവികളിൽ പതിച്ചപ്പോൾ ശിശു എൻ്റെ ഉദരത്തിൽ സന്തോഷത്താൽ കുതിച്ചു ചാടി. കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. എലിസബത്ത് കുഞ്ഞിന് ജന്മം നൽകിയപ്പോൾ അവളുടെ കൂട്ടുകാരികളും അയൽക്കാരും അവളോടൊപ്പം ആഹ്ലാദിച്ചിരുന്നതായി സുവിശേഷത്തിൽ പറയുന്നുണ്ട്. കൂടാതെ കുഞ്ഞിനെ പരിച്ഛേദനത്തിനായി കൊണ്ടുവന്നപ്പോൾ എല്ലാവരും കുഞ്ഞിന് പിതാവിൻ്റെ പേര് നൽകണം എന്ന് തീരുമാനിച്ചപ്പോൾ എലിസബത്താണ് അവൻ്റെ പേര് യോഹന്നാൻ എന്നായിരിക്കണം എന്ന് പറഞ്ഞത്. വിശുദ്ധ സക്രിയായുടെയും തിരുനാൾ വിശുദ്ധ എലിസബത്തിൻ്റെ ഒരേ ദിവസം തന്നെയാണ് ആഘോഷിക്കുന്നത്. വിശുദ്ധൻ ആബിയായുടെ വംശത്തിൽ പിറന്നവനും പുരോഹിതനുമായിരുന്നു. അക്കാലങ്ങളിലെ കീഴ്വഴക്കമനുസരിച്ച് ദേവാലയ ശുശ്രൂഷകൾ നിറവേറ്റുന്നതിന് ഓരോ ആഴ്ചയിലും ഓരോ പുരോഹിതരെ നറുക്കിട്ടെടുക്കുക പതിവായിരുന്നു. അതനുസരിച്ച് ആ ആഴ്ചത്തെ ദേവാലയ ശുശ്രൂഷകൾ സക്രിയായുടെ കടമയായിരുന്നു. അങ്ങനെ ഏകനായി അൾത്താരയിൽ സുഗന്ധദ്രവ്യങ്ങൾ പുകയ്ക്കുകയും മറ്റ് ശുശ്രൂഷകളിൽ ഏർപ്പെട്ട് നിൽക്കുകയും ചെയ്യുമ്പോഴാണ് അൾത്താരയുടെ വലതുവശത്തായി വിശുദ്ധ ഗബ്രിയേൽ മാലാഖ പ്രത്യക്ഷപ്പെട്ടത്. ദർശനം കിട്ടിയ മാത്രയിൽ സക്രിയ ഭയപ്പെട്ടു. അപ്പോൾ ഗബ്രിയേൽ മാലാഖ വിശുദ്ധനോട് തൻ്റെയും ഭാര്യയുടെയും പ്രാർത്ഥനകൾ നിറവേറപ്പെടാൻ പോവുകയാണെന്നും അവർക്ക് ഉടൻ തന്നെ ഒരു മകൻ ജനിക്കുമെന്നും അവനെ യോഹന്നാൻ എന്ന പേരിൽ വിളിക്കണമെന്നും അറിയിച്ചു. സക്രിയയ്ക്ക് ഇത് വിശ്വസിക്കുവാൻ കഴിഞ്ഞില്ല. കാരണം തനിക്കും തൻ്റെ ഭാര്യയ്ക്കും പ്രായമേറി എന്നതായിരുന്നു അദ്ദേഹത്തെ അലട്ടിയ ദുഃഖം. തൻ്റെ ഭയത്തെ കീഴ്പ്പെടുത്തിക്കൊണ്ട് സക്രിയ വിശുദ്ധ ഗബ്രിയേൽ മാലാഖയോട് ഒരടയാളത്തിനായി ആവശ്യപ്പെട്ടു. അദ്ദേഹം ഇപ്രകാരം സംശയിച്ചതിനാൽ ഈ അരുളപ്പാട് നിറവേറ്റപ്പെടുന്നതുവരെ സക്രിയ ഊമനായിരിക്കുമെന്ന് അറിയിച്ചതിന് ശേഷം മാലാഖ അപ്രത്യക്ഷപ്പെട്ടു. ഉടൻ തന്നെ ദേവാലയത്തിൽ നിന്നും പുറത്തു വന്ന സക്രിയ ഊമയായിരിക്കുന്നത് കണ്ട ജനങ്ങൾ അദ്ദേഹത്തിന് ദൈവത്തിൻ്റെ ദർശനമുണ്ടായെന്ന് വിശ്വസിച്ചു. എലിസബത്ത് ഗർഭവതിയാവുകയും ക്രിസ്തുവിൻ്റെ വഴിയൊരുക്കുവാനായി പിറന്ന വിശുദ്ധ യോഹന്നാന് ജന്മം നൽകുകയും ചെയ്തു. 8 ദിവസത്തിന് ശേഷം കുഞ്ഞിൻ്റെ പരിച്ഛേദന സമയത്താണ് എലിസബത്ത് കുഞ്ഞിന് യോഹന്നാൻ എന്ന പേരിടണം എന്നാവശ്യപ്പെട്ടത്. ആ സമയത്തും സംസാരിക്കാൻ കഴിയാതിരുന്ന സക്രിയ ഒരു ഫലകം ആവശ്യപ്പെടുകയും അതിൽ യോഹന്നാൻ എന്നാണ് അവൻ്റെ പേര് എന്നെഴുതുകയും ചെയ്തു. ഈ സമയത്ത് അദ്ദേഹത്തിൻ്റെ സംസാരശേഷി തിരികെ ലഭിച്ചു. സംസാരശേഷി ലഭിച്ച ഉടൻ തന്നെ അദ്ദേഹം ദൈവത്തെ വാഴ്ത്തി സ്തുതിക്കാൻ തുടങ്ങി. പുതിയ നിയമത്തിൽ ഇതിൽ കൂടുതലായൊന്നും സക്രിയയെക്കുറിച്ച് പറയുന്നില്ല.